എല്ലാ ചങ്ങാതിമാർക്കും ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ പൂജ ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള ദേഹശുദ്ധി എന്ന ക്രിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും ഇനിയുള്ള വീഡിയോകളെല്ലാം വരുന്നത്. അതിനാൽ ശ്രീമായ യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും കാണുക. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളും മറ്റു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി എന്ന ക്രിയ അനുഷ്ഠിക്കണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ക്രിയ എന്നുള്ളതൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ദേഹശുദ്ധി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ തുടർന്ന് ചെയ്യേണ്ട ഒരു ക്രിയയാണ് തീർത്ഥമുണ്ടാക്കുക എന്നത്. അതും ചെറിയൊരു രീതിയിൽ ഒരു ഉപാസകന് പൂജ അറിയാത്തവർക്കായിട്ട് വേണ്ടി മാത്രം ചെറിയ രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് വലതു കിണ്ടി എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ പൂജാപാത്രങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അതിൽ വലതു കിണ്ടിയിൽ അല്പം പനിനീരോ മറ്റു സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്ത് സ്വല്പം ചേർത്തതിന് ശേഷം തുളസി ഇലയാൽ അല്പം ചന്ദനവും അക്ഷതവും കൂട്ടിയെടുത്ത് വലതു കിണ്ടിയിലേക്ക് നിക്ഷേപിച്ച് വലതു കൈയുടെ മോതിരവിരൽ ആ കിണ്ടിയിൽ മുക്കിപ്പിടിച്ച് അതിൻ്റെ മുകളിലായി ഇടതു കൈ അടച്ചു വെച്ച് ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് സകല തീർത്ഥങ്ങളെയും ഈ കിണ്ടിയിലേക്ക് ആവാഹിക്കുന്നതായി സങ്കൽപ്പിക്കുക. അതിനുശേഷം ഓം ഠം അമൃതേ അമൃതേ അമൃതോത്ഭവേ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതേശ്വരി അമൃതവർഷിണി അമൃതവർഷിണി അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ എന്ന മന്ത്രത്താൽ അമൃതമുദ്രയാൽ ആ തീർത്ഥത്തെ അമൃതീകരിക്കുക. അമൃതമുദ്ര അറിയാത്തവർ ഉണ്ടെങ്കിൽ ആ ജലത്തെ തൊട്ട് അല്ലെങ്കിൽ തീർത്ഥത്തെ തൊട്ട് ഈ മന്ത്രം ജപിച്ചാൽ മതി. അതിനുശേഷം സ്വാമിയെ ഏത് മന്ത്രം കൊണ്ടാണോ നമ്മൾ പൂജിക്കുന്നത് ആ മൂലമന്ത്രം ആ തീർത്ഥത്തിൽ വലതു കൈയാൽ സ്പർശിച്ചുകൊണ്ട് 8 തവണ ജപിക്കണം. ഇത്രയും ക്രിയകൾ ചെയ്തതിന് ശേഷം ശംഖും ശംഖുകാലമെടുത്ത് ഇടതുകണ്ടിയിലെ ജലത്താൽ ഓം അസ്ത്രായ ഫട്ട് എന്ന മന്ത്രത്താൽ കഴുകി ശംഖിൽ വലതുകിണ്ടിയിൽ നിന്നും തീർത്ഥം നിറച്ച് വയ്ക്കുക. അതിനുശേഷം മാനസപൂജ ചെയ്യുക. ആ ക്രിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഇതുവരെയുള്ള ക്രിയകളാണ് ഒരു പൂജ തുടങ്ങുന്നതിന് മുൻപ് വരെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പോൾ സ്വാമിയുടെ ഉപാസകർ എല്ലാവരും വീഡിയോ മനസ്സിലാക്കി ശ്രദ്ധിച്ച് വളരെ ഭക്തിപൂർവം പൂജകളും മറ്റു ഉപാസനാ കാര്യങ്ങളും അനുഷ്ഠിക്കുക. സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.